പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കാണുന്നത് സാംബ സെക്ടറിൽ നടത്തിയ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തുന്നതിന് വളരെ കൃത്യമായ പ്രിസിഷനോടുകൂടി കൃത്യതയോടുകൂടി നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെട്ട ദൃശ്യങ്ങളാണ്. 7 ഭീകരരെയാണ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരരെയാണ് അവിടെ കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ ഏർലി മോർണിംഗിൽ പാകിസ്ഥാൻ ക്യാൻഡ് മേഖലയിൽ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഡ്രോൺ ആക്രമണം ഇന്ത്യയുടെ തിരിച്ചടി തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അടിക്ക് അതേ നാണയത്തിലോ കുറച്ചധികമായ തിരിച്ചടി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയം വരെ. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഒമർ അബ്ദുള്ള ജമ്മുവിലേക്ക് എത്തിയിട്ടുണ്ട്. ഒമർ, ആശുപത്രിയിൽ എത്തിയതിനു ശേഷം കൂടിക്കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ? ജമ്മുവിലെ സാഹചര്യം ഏത് രീതിയിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അച്യുതൻ? ഹാഷ്മി, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള ഇപ്പോൾ ഈ ജമ്മുവിലെ തന്നെ സർക്കാർ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഈ പാകിസ്ഥാൻ്റെ ഹീനമായ ഈ ഷെല്ലിംഗ് ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അവരെ നേരിൽ കാണാനാണ്, അവർക്ക് ആശ്വാസം പകരാനാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ ഈ സാഹചര്യങ്ങൾ അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമൊക്കെ സാഹചര്യങ്ങൾ വഷളായതോടുകൂടിയാണ് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ജമ്മുവിലേക്ക് പുറപ്പെട്ടത്. ഉദ്ധംപൂർ വഴി ജമ്മുവിലേക്ക് അദ്ദേഹം പുറപ്പെട്ടത്. അദ്ദേഹം അറിയിച്ചത് ഈ സാഹചര്യങ്ങൾ, ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ അത് നേരിൽ കണ്ടത് വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ജമ്മുവിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ജമ്മുവിലെ സർക്കാർ ആശുപത്രിയിലാണ് സന്ദർശനം നടത്തുന്നത്. അതിനുശേഷം അവിടെ ഒരു യോഗം ചേരും. സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്താനാണ് ആ യോഗം ചേരുന്നത്. ഇന്നലെ ഈ പാകിസ്ഥാൻ ഇത്തരത്തിൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം അവർ ഈ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടത്. സേനാ കേന്ദ്രങ്ങൾ, അതായത് സാധാരണക്കാർ വസിക്കുന്ന ഇടങ്ങൾ, ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ ഷെല്ലിംഗ് ആക്രമണം ഉണ്ടായത്. ഇതിനു മുൻപ് ഇത്തരത്തിൽ പൂഞ്ച്, രജൌരി മേഖലകളിൽ ഉണ്ടായ ഷെല്ലിംഗ് ആക്രമണത്തിൽ 16 സാധാരണക്കാർക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്നലെ സമാനമായ രീതിയിൽ പാകിസ്ഥാൻ ഷെല്ലിംഗ് ആക്രമണം ആരംഭിച്ചു. അതിനൊടുവിൽ 2 സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സാധാരണക്കാരെയാണ് പാകിസ്ഥാൻ, ഇന്ത്യയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നത്. അപ്പോൾ അതിന് കൃത്യമായ മറുപടികൾ നൽകേണ്ടതുണ്ട്. മറ്റൊരു വിവരം എന്നുള്ളത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യങ്ങൾ ഓരോ ഘട്ടത്തിലും നിരീക്ഷിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും സംയുക്ത സൈനിക മേധാവിയും ഈ സാഹചര്യങ്ങൾ ഓരോ മിനിറ്റിലും പ്രധാനമന്ത്രിയെ അറിയിക്കുന്നുണ്ട്, ധരിപ്പിക്കുന്നുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ, അതിർത്തികളിലെ അവസ്ഥ, സേന സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തുന്നതായാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി.